സൗഭാഗ്യ എല്ലാ ദിവസവും ഓരോ വ്ളോഗുകൾ പങ്കുവയ്ക്കാറുണ്ട്. പ്രധാനമായി സൗഭാഗ്യ തൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ സുതാപ്പു മാത്രമല്ല, അവരുടെ വീട്ടിലെ ഓരോ നായ്ക്കളും പശുക്കളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന സൗഭാഗ്യയെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ പങ്കുവച്ചിരിക്കുന്ന കമൻ്റാണ് ഇപ്പോൾ സൗഭാഗ്യ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാക്കാനും സൗഭാഗ്യ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, താര കല്യാൺ അമ്പോറ്റിക്കുഞ്ഞിനെ പോലെ വളർത്തിയ ഒരു കുട്ടിയാണ്, ഇവിടെ വന്ന് ഒരു കാര്യവും ചെയ്യാതെ ചാണകവും വാരി ഇങ്ങനെ നിൽക്കുന്നു എന്നത്. നിങ്ങൾ എന്താണ് കരുതിയത്? ഞാൻ ഇവിടെ ബുദ്ധിമുട്ടുകയാണ് എന്നാണോ? അർജുൻ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നതാണോ? അതാണോ നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് ഇടാനുള്ള കാരണം? ഇത് ഞാൻ പറയട്ടെ, ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. എന്നെ ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നേ പറയൂ. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഈ മൃഗങ്ങളുമായി എത്രമാത്രം കൂട്ടാണ് എന്നത്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തുമാത്രം ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണമായിരിക്കും. പക്ഷെ ഒരു കാളയെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പരിചരിക്കാനോ ഒരു നായയെ കുളിപ്പിക്കാനോ ഒക്കെ പറഞ്ഞാൽ എനിക്ക് വേഗം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ വളർന്നത്. വളരെ ചെറുതിലെ തന്നെ എനിക്ക് നായ്ക്കളും മൃഗങ്ങളുമായിട്ടൊക്കെ തന്നെയും ഇത്തരത്തിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുമായി നല്ല അടുപ്പമാണ്. അമ്മുമ്മയും അതുപോലെ തന്നെ അമ്മയും അടുക്കളയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടുക്കള ജോലികൾ എനിക്ക് വളരെ നന്നായി അറിയില്ല. പക്ഷെ അർജുൻ ചേട്ടൻ അത് ഗംഭീരമായി ചെയ്യും. അദ്ദേഹം വളരെ ചെറുതിലെ തന്നെ അല്ലെങ്കിൽ കുറച്ചായപ്പോൾ തന്നെ നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയോടും വളരെയധികം സാമീപ്യം എനിക്കുണ്ട്. വളരെ വേഗത്തിൽ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്യും. അല്ലാതെ എന്നെ ആരും ഇത് നിർബന്ധിക്കുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഇതാണ്. എൻ്റെ ഡാൻസ് സ്കൂൾ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ മൃഗങ്ങളെ പരിപാലിക്കുന്നതുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതെൻ്റെ ഡീടോക്സിഫയിങ് സമയമാണ്. എന്നെ ഒരു മനുഷ്യൻ നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് മൃഗങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി താമസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതും മകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. എന്നെ ആരും ഇവിടെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നില്ല. താര കല്യാൺ വളരെ നന്നായി തന്നെയാണ് എന്നെ വളർത്തിയത്. അതിലൊരു തെറ്റുമില്ല. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും. എൻ്റെ അമ്മയ്ക്കില്ലാത്ത പ്രശ്നങ്ങളാണിത്. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങളാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. പലർക്കും അറിയില്ലായിരിക്കും, എന്നിട്ട് അറിഞ്ഞിട്ട് പറയുന്നവരും ഉണ്ടാകും. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നുമില്ല. എന്നാൽ ഇത് അറിയാതെ ഇത് തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നത് മാത്രമാണ് എൻ്റെ ഒരു കാര്യമെന്ന് സൗഭാഗ്യം പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.